നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2024 ജനുവരി മാസം 2-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ, അറിയിപ്പുകൾ, പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ വാർത്തകൾ, അറിയിപ്പുകൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വാർത്തകളും അറിയിപ്പുകളും ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സിൽവർ ലൈനിന് ഭൂമി നൽകാനാവില്ലെന്ന് ദക്ഷിണ റെയിൽവേ. ഭൂമി വിട്ടു നൽകിയാൽ ഭാവി റെയിൽ വികസനം തടസ്സപ്പെടുമെന്ന് കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ റെയിൽവേ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴത്തെ അലൈൻമെൻറ്റിന് അനുസരിച്ച് 1 ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാനാവില്ലെന്നും അലൈൻമെൻറ്റ് അന്തിമമാക്കിയത് റെയിൽവേയുമായി ആശയവിനിമയം നടത്താതെയാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭൂമിയിൽ തടസ്സവാദം ഉന്നയിച്ചാണ് റിപ്പോർട്ട്. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി തേടി കേരളയിൽ പലതവണ കത്തെഴുതിയ സാഹചര്യത്തിലാണ് ദക്ഷിണ റെയിൽവേ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്ത് പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറച്ചു എന്നതാണ്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ വിലയാണ് കുറച്ചിരിക്കുന്നത്. 19 കിലോഗ്രാം പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ 4 രൂപ 50 പൈസയാണ് കുറവ് വന്നിരിക്കുന്നത്. ഇന്ന് മുതൽ വില പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 1756 രൂപ മുതൽ 1925 രൂപ വരെ വിവിധ നഗരങ്ങളിൽ വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ വില വരുന്നതാണ്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വിമാനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ വിലയിലും മാറ്റം വന്നിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ തട്ടിപ്പുകൾ അവസാനിപ്പിച്ച് വിരൽത്തുമ്പിൽ സേവനം ലഭ്യമാക്കാൻ പുതുവർഷ ദിനം മുതൽ തന്നെ സംസ്ഥാനത്ത് കെ-സ്മാർട്ട് ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ്. തദ്ദേശ വകുപ്പിൻ്റെ വിവിധ സേവനങ്ങൾ സുതാര്യമായിട്ടും അതിവേഗത്തിലും ഉറപ്പാക്കുന്ന സംവിധാനമാണ് കെ-സ്മാർട്ട്. ഇന്ന് ജനുവരി 1 മുതൽ സേവനം ലഭ്യമായിട്ടുണ്ട്. തുടക്കത്തിൽ കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമാണ് ഈ ഒരു ഓൺലൈൻ സേവനം ലഭിക്കുക. ഏപ്രിൽ 1 മുതൽ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നതായിരിക്കും. ആദ്യഘട്ടത്തിൽ 80ഓളം സേവനങ്ങൾ ഓൺലൈനിലൂടെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ലഭ്യമാക്കും. വെബ് പോർട്ടലിന് പുറമെ മൊബൈൽ ആപ്ലിക്കേഷനായിട്ടും കെ-സ്മാർട്ട് ലഭിക്കുന്നതായിരിക്കും. കെ-സ്മാർട്ട് ആപ്പിലൂടെ അപേക്ഷകളും പരാതികളും ഓൺലൈനായിട്ട് സമർപ്പിക്കാനും അവയുടെ നിലവിലെ സ്ഥിതി അറിയുവാനും സാധിക്കുന്നതാണ്. അതിനായിട്ട് അപേക്ഷകളുടെയും പരാതികളുടെയും രസീത് അപേക്ഷകൻ്റെ വാട്സാപ്പിലും ഇമെയിലിലും ലഭ്യമാക്കും. സുരക്ഷിതവും നൂതനവുമായിട്ടുള്ള സംവിധാനമാണ് കെ-സ്മാർട്ട് എന്ന പേരിൽ ഇൻഫർമേഷൻ കേരള മിഷൻ ഇപ്പോൾ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ. നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന 26 സോഫ്റ്റ്വെയറുകൾ കെ-സ്മാർട്ടിൽ ലയിക്കുന്നതായിരിക്കും. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ജനുവരി 1 മുതൽ നടപ്പിലാക്കുന്നതെങ്കിലും ഭാവിയിൽ കെ-സ്മാർട്ട് തന്നെയാകും സേവനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ റേഷൻ ഷോപ്പുകൾക്ക് ഇന്ന് അവധിയായിരുന്നു. 2024 ജനുവരി മാസത്തിലെ റേഷൻ വിതരണം നാളെ ജനുവരി 2-ാം തീയതി ചൊവ്വാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക. പുതുവർഷത്തിൽ 5 വർഷത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് സൗജന്യ അരി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി വഴി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ APL കാർഡിന് സ്പെഷ്യൽ അരി ഉൾപ്പെടെ ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള 2024 ജനുവരി മാസത്തിലെ റേഷൻ വിഹിതം സംബന്ധിച്ച ആനുകൂല്യങ്ങൾ സംബന്ധിച്ച വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, കണ്ട് ആനുകൂല്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് പുതുവർഷാരംഭത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. തുടർച്ചയായിട്ടുള്ള 4-ാം ദിവസമാണ് സ്വർണം വെള്ളി നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നത്. തിങ്കളാഴ്ച ഇന്ന് ജനുവരി 1-ാം തീയതി 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 5855 രൂപയിലും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 46,840 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാർത്തകളും അറിയിപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.